എന്നോട് പറഞ്ഞാൽ വേറെ ഒന്നും ഉണ്ടാവില്ല, കടി ഉണ്ടാവില്ല. പ്യൂർ സ്നോ കാണുന്ന വ്യൂ നോക്കിയാൽ ചായ കുടിച്ചിട്ട് പോയാൽ മതി. സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ മണാലിയിൽ എത്തിയിട്ട് എൻ്റെ രണ്ടാമത്തെ ദിവസമാട്ടെ ഇന്ന്. ഇന്നലെ വന്നു, ജസ്റ്റ് ഒന്ന് മാർക്കറ്റിലൊക്കെ ഒന്ന് കറങ്ങി, മാൾ റോഡിലൊക്കെ കറങ്ങി വരിക ചെയ്തത്. ഇപ്പം ഞാൻ നിലവിലുള്ളത് മണാലിയിലുള്ള ചിച്ചോഗ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വില്ലേജിലാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല വെയിലടിക്കുന്നുണ്ട്. ചിച്ചോഗ വില്ലേജിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് കയറിയിട്ട് അതിൻ്റെ ഇടയ്ക്കൊരു ഫോറസ്റ്റ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി വശിഷ്ഠ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെമ്പിളിൻ്റെ അടുത്തേക്ക് എത്താണ്ട് പറ്റും. ഞാൻ GPS നോക്കിയിട്ട് കണ്ടുപിടിച്ചു ട്രക്കിംഗ് സ്പോട്ടാണ്. ട്രക്കിംഗ് സ്പോട്ടൊന്നും പറയാൻ പറ്റില്ല, എന്താ പറയുക, ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. ജസ്റ്റ് പോയി നോക്കാം. ജസ്റ്റ് GPS നോക്കിയിട്ട് അതിലോട്ട് എത്തിപ്പെടാണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ചിച്ചോഗ വില്ലേജിന് നടുവിൽ കൂടി ഈ കാണുന്ന കാട്ടിൻ്റെ ഉള്ള ഇപ്പോൾ ഉള്ളത് ഈ വില്ലേജാണ്, ചിച്ചോഗ വില്ലേജാണിത്. പിന്നെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഫോറസ്റ്റ് എത്തും. അതിൽ കൂടി നമുക്ക് വശിഷ്ഠിലേക്ക് എത്താൻ പറ്റുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. പോയി നോക്കാം. നല്ല സ്നോ ആയിട്ടാ. അപ്പോൾ 2-3 ദിവസം മുന്നേ ഇവിടെ നല്ല സ്നോഫോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഏകദേശം ഒലിച്ചിറങ്ങി. ഇപ്പോൾ ഒന്ന് ഈ ഒരാഴ്ചക്കുള്ളിൽ എന്തായാലും ഒരു സ്നോഫോൾ ഉണ്ടാവുമെന്നാണ് പറഞ്ഞിട്ടില്ലേ. ആ ഒരു പ്രതീക്ഷയിലും കൂടി ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വില്ലേജിൽ കൂടി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കൊതപ്പ് വരുന്നുണ്ട്. ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ കൂടി വരുന്നത്. വേറൊരു ആപ്ലിക്കേഷൻ ആയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന പോളണ്ടിലുള്ള ഒരു ആളുണ്ടായിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞതിനനുസരിച്ചിട്ട് ഞാൻ വേറെ ഗൂഗിൾ മാപ്പ് പോലത്തെ വേറെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ടാണ് പോകുന്നത്. അത് നമുക്ക് കറക്റ്റ് ആറ്റിറ്റ്യൂഡ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. റൂട്ട് Which village you will stay? Yes, same. Chichaga. Yeah. How many days you are? Actually, I came here on yesterday. Yesterday? Yeah. How many days stay more? ഞാൻ ഈ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താ നമ്മുടെ കൂടെ ഒരു മനു എന്ന് പറഞ്ഞിട്ടുള്ള സോണി ഓക്കെ മനു സോണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ ഞാൻ പരിചയപ്പെട്ടു കേട്ടോ. ഇവിടെ തന്നെയുള്ള ആളാണ്, ഹിമാചലിലുള്ള മൂപ്പറ വീടാണിത്. അപ്പോൾ എന്നെയും കൂട്ടി ഇവിടെയെല്ലാം വന്ന് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കാണിച്ചിരുന്നു. ഇവിടെയെല്ലാം കാണുന്ന വ്യൂ നോക്കി ഞങ്ങൾ സൂപ്പർ. നൈസ്. ഞാൻ എന്താ നമ്മുടെ മനുഭായിൻ്റെ വീട്ടിൻ്റെ അകത്ത് കയറി കേട്ടോ. ഇവിടെ സൺഷൈൻ വരാൻ വേണ്ടിയിട്ട് ഗ്ലാസ്സൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ആംബിയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അടിപൊളി. എനിവേ നൈസ് ടു മീറ്റ് യു ഫ്രണ്ട്. അടിപൊളി വ്യൂ. ഇവരുടെ ലൈഫ് കേട്ടോ. എന്നെയും വിളിച്ച് വരുത്തി വീട്ടിലേക്ക് കയറ്റി ചായ വേണമെന്നല്ല ചോദിക്കുന്നുണ്ട്. ഞാൻ ഒന്നും വേണ്ട, കഴിച്ചിട്ട് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ട്രക്കിങ് ഇപ്പോൾ വീണ്ടും ആരംഭിക്കണം. സംഭവം എന്നെ പോകാൻ പറ്റുന്നില്ല കേട്ടോ. ഇതാ ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞേ. സോ അടിപൊളി ചായ, നല്ല ബ്ലാക്ക് ടീ. ഇറ്റ്സ് നൈസ്, വെരി നൈസ്. താങ്ക് യു സോ മച്ച്. മനോഭായിനോട് യാത്ര പറഞ്ഞിട്ട് ഓക്കെ ബൈ. മനോഭായിയോട് യാത്ര പറഞ്ഞ് ഞാൻ എന്താ വീണ്ടും എൻ്റെ യാത്ര ആരംഭിക്കുകയാണ്. വശിഷ്ഠ് ലക്ഷ്യം. കാട്ടിൽ കൂടി നടന്നു പോയിട്ട് ലാസ്റ്റ് അവസാനം വശിഷ്ഠ എന്ന് പറയുന്ന ആ വില്ലേജിലേക്ക് എനിക്ക് എത്തിപ്പെടണം. അതാണ് എൻ്റെ ടാർഗറ്റ്. ഓക്കെ, അവിടെയുള്ള സൈഡിലെല്ലാം കാണുന്ന സ്നോ ആണ്. നമുക്ക് പോവാം. അടിപൊളി ചായ. ഏതാ ചായ? ഇതാണ് ഇവരുടെ ഇവിടുത്തെ ജനങ്ങൾ കേട്ടോ. എന്നെ ഞാൻ വരുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് വഴി ചോദിച്ചാണ്. അപ്പോൾ അന്യം കൂട്ടിക്കൊണ്ട് പോയി വീട്ടിൽ കയറ്റി വീടെല്ലാം കാണിച്ചു തന്ന് വീട്ടിൻ്റെ ഉള്ളിൽ കയറി ഞാൻ പറഞ്ഞു ചായ ഒന്നും വേണ്ട, ഞാൻ കുടിച്ചിട്ട് വന്നേന്ന് പറഞ്ഞു. എന്നാലും വിടുന്നില്ല. ചായ എല്ലാം കുടിപ്പിച്ച് ഇതാ ഞാനിങ്ങനെ പോകുന്നു. എല്ലാം കണ്ടോ, ഈ സ്നോ ആണേ. മോനെ ഈ ഗ്ലൗവിൽ ഊരി വെച്ച് കൊതപ്പുണ്ട്. നല്ല വേർക്കുന്നൊന്നുമില്ല, പക്ഷെ നല്ല കൊതപ്പ്. വേറെ ആരെയും കാണുന്നില്ല കേട്ടോ. പോകാം. ഇതൊക്കെയാണ് മക്കളെ എക്സ്പീരിയൻസ്. ഇത് ശരിക്കും ഇവിടെയുള്ള ലോക്കലി ആൾക്കാർ ഉപയോഗിക്കുന്ന വഴിയാണ് കേട്ടോ ഇത്. അതായത് ഈ വില്ലേജിലുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്ന വഴിയാണ്. മുകളിലോട്ടേക്ക് എത്തുന്ന സമയത്ത് കണ്ടോ കുറേ സ്നോ ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ കണ്ടത്. 2 ദിവസം മുമ്പ് നമ്മൾ നിന്ന സ്ഥലം മൊത്തം സ്നോ ഉണ്ടായിരുന്നതോ, നല്ല സ്നോഫോൾ ഉണ്ടായിരുന്നതോ.
പക്ഷെ ഇപ്പോൾ അതെല്ലാം അല്ല കുറേ പോയി. ഇനിയും ഈ ഒരാഴ്ചക്കുള്ളിൽ പിന്നെയും വരുന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. മേലെല്ലാം കയറുന്ന നാടെല്ലാം ഫുള്ള് സ്നോ ഉണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല മേലെ ഡീപ്പിലേക്കൊന്ന് ഫോറസ്റ്റിലേക്കൊന്ന് കയറി നോക്കാം. ഞാൻ ചോദിച്ചിനി എടുത്ത ആളോട് എന്താ വേറെ എന്തെങ്കിലും വന്യജീവികൾ വല്ലതും ഉണ്ടാവുമോ. എന്നോട് പറഞ്ഞത് വേറെ ഒന്നും ഉണ്ടാവില്ല, കരടി ഉണ്ടാവും പറഞ്ഞേ. അങ്ങനെ കടുവ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലയെന്നാണ് പറഞ്ഞത്. ടൈഗറൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. ആ ഒരു ധൈര്യത്തിലാണ് പോകുന്നത്. കരടി വന്ന് നന്നാക്കാന്ന് ഞാൻ കുറേ യൂട്യൂബിൽ വീഡിയോയിലും നോക്കിയിനി. വഴിയൊന്നുമില്ല, ഓടി രക്ഷപ്പെട്ടോളൂ തന്നെ. എൻ്റെ ഈ യാത്രേനെ കൊണ്ടുള്ള ഏറ്റവും വലിയൊരു ലക്ഷ്യം എന്താ പറയുക, വെറുതെ ഇങ്ങനെ പോകുന്നതൊന്നല്ല. കാരണം നമ്മുടെ നാട്ടിലെ ആൾക്കാരൊക്കെ മണാലിയിലേക്ക് വരുന്നുണ്ട്. പക്ഷെ മിക്ക ആൾക്കാരും വരുന്നത് എന്ന് പറഞ്ഞാൽ സ്നോയിലും നോക്കി അടിപൊളിയാണ് വരുന്നത് പറഞ്ഞാൽ ഇവിടെ ജസ്റ്റ് ഒന്ന് മണാലി ലോക്കൽ സൈറ്റ് സീയിങ്, സോളാങ് വാലി അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങൾ മാത്രം കണ്ടിട്ട് തിരിച്ചു പോവുക ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊന്നുമല്ല ഹിമാചൽ പ്രദേശ് എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. അതായത് മണാലി എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. ഒരുപാട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. ഇതൊന്നുമല്ല ഞാൻ ഈ കാണിക്കുന്നതൊന്നും. ഇതിലും ടോപ്പായിട്ടുള്ള ഇഷ്ടംപോലെ ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. അപ്പോൾ ആരും എക്സ്പ്ലോർ ചെയ്യാത്ത അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അത് വെച്ചിട്ട് നമ്മൾ ടീം വൂഡ്സ് എന്ന് പറയുന്ന ബ്രാൻഡ് ടൈമിൻ്റെ കുറച്ച് പാക്കേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാന്നുള്ള ആഗ്രഹം. അതൊക്കെയാണ് ഇങ്ങനെ വന്ന് പുറപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ വീട്ടിൽ കുറേ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യേണ്ടി വരും, അവരുമായിട്ട് ടൈപ്പ് ചെയ്യേണ്ടി വരും. അതൊക്കെയാണ് ടാർഗറ്റ്. ഫസ്റ്റ് നിങ്ങളെ കാണിക്കുന്നതിന് മുന്നായിട്ട് ഞാൻ അറിയണ്ടേ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് വന്നിട്ടുള്ളത്. സോ നല്ല അടിപൊളി പാക്കേജ് ടീം വൂഡ്സിൻ്റെ അണ്ടറിൽ നിങ്ങളിലേക്ക് എത്തും. അപ്പം നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാം ആ സമയത്ത്. ഓക്കെ, നടന്ന് കുറച്ച് ടയർഡായിട്ടാ. ഇവിടുന്നുള്ള വ്യൂ നോക്കി ഞങ്ങൾ ഒരു പാറിൻ്റെ മേലെ ഇങ്ങനെ ഇരുന്നിട്ട് കണ്ട മണാലി ടൗൺ, ന്യൂ മണാലി ടൗൺ മൊത്തം ഞാനിങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെയല്ല മക്കളെ ഫീല്. ഇതെല്ലാം അവിടെ പുറക്കിരുന്നാൽ കിട്ടുമോ? ഇനി നടക്കണം. ഇവിടെ ചളിയെല്ലാം ഉണ്ട് കേട്ടോ. ഈ മഞ്ഞ് അലിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഈ ചളി രൂപത്തിലേക്ക് മാറും. ഇതൊരു പ്രശ്നമാണ്. ഇതൊക്കെ ആപ്പിൾ തോട്ടങ്ങൾ കേട്ടോ ഈ കാണുന്നതെല്ലാം മൊത്തം. ഇപ്പോൾ അതെല്ലാം കൊഴിഞ്ഞ് പോകുന്ന ടൈമാണ് ഇത്. ഇലകളൊക്കെ കൊഴിഞ്ഞ് മാറുന്നൊരു ടൈമാണ്. കുറച്ച് പണിയുണ്ട്. എൻ്റെ മോനെ വഴികളൊക്കെ അല്പം ദുഷ്കരമായി വന്നിട്ടുണ്ട്. ഇതുണ്ടെങ്കിൽ നേരെ പോക്ക വഴി. ഞാൻ വിചാരിക്കുന്നത് കുറച്ചും കൂടി ഹൈറ്റിലേക്ക് കയറി പോകാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ മേലേക്ക് പോയി കഴിഞ്ഞാൽ ഫുള്ള് ഫോറസ്റ്റ് ആട്ടോ. അപ്പോൾ ആ സൈഡ് നമുക്കൊന്ന് പോയി നോക്കാം. ഫോറസ്റ്റിൻ്റെ ഏരിയയിലേക്കെല്ലാം ഒന്ന് പോയിട്ട് നമുക്ക് ടോപ്പിലേക്ക് എത്തുന്ന ഒരു സ്നോ എല്ലാം നന്നായിട്ട് ഉണ്ടാവും. അലിയാൻ ബാക്കിയുള്ള സ്നോ. ഇനി അഥവാ നമുക്ക് സ്നോഫോൾ എങ്ങാനും കിട്ടിയിട്ടില്ലെങ്കിലോ സോളാർ വാലി സൈഡിലേക്കെല്ലാം പോകാനുണ്ട്. എല്ലാവരും സ്നോ ഉണ്ട് ഇപ്പോൾ, നല്ല വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്നാലും ഫസ്റ്റ് ടൈം കാണുമ്പോഴൊരു എൻ്റെ മോനെ വീഡിയോ വന്ന് കുറച്ച് നല്ല അടിപൊളി ആംബിയൻസ്. ഇപ്പം കാട്ടിലേക്ക് കയറി നോക്കാം, കുറച്ച് ഹൈക്ക് ചെയ്യാം മുകളിലോട്ടേക്ക്. പോക്കറ്റിൽ എന്താ കുറച്ച് കടലയുണ്ട്, പിന്നെ ഒരു വെള്ള കക്കിരിക്കുണ്ട്, 2 ആപ്പിളും ഉണ്ട്. അതെല്ലാം എടുത്ത് പോക്കറ്റിട്ട്. ഈ കാർഗോ പേൻ ഏറ്റവും വലിയ ഗുണമായത്. ഈ സാധനം എടുത്തിട്ട് 2 കീശിലും ഉണ്ട്, അതിൽ നിറച്ച് നടത്തണം. കണ്ടാ മുകളിലോട്ടേക്ക് കയറിപ്പോകും തോറും സ്നോ ഉണ്ടെങ്കിൽ ഇതാണ് ഹൈറ്റിലേക്ക് പോകും തോറും ഉണ്ടാകുന്ന അവസ്ഥ ഇതായിരിക്കും. എൻ്റെ മോനെ പ്യൂർ സ്നോ. നൈസനാ. Let's go. ഇവിടെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടി തന്നെ കേട്ടോ. നല്ല ഹൈറ്റിലേക്കെല്ലാം വരുമ്പോൾ അകത്തേക്കെല്ലാം ഇങ്ങനെ കയറും. എന്നാൽ മേലെ കയറാം.